friends, welcome to Mrs.Digitutor. എൻ്റെ പേര് വൃന്ദ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള സിലബസ് 10ാം ക്ലാസ്സിലെ അഡ്വഞ്ചേഴ്സ് ഇൻ ദ ബാനിയൻ ട്രീ എന്ന ഷോർട്ട് സ്റ്റോറിയുടെ സെക്കൻഡ് പാർട്ടാണ്. പാർട്ട് 1 നേരത്തെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ തീർച്ചയായിട്ടും ചാനലിൽ പോയിട്ട് പ്ലേലിസ്റ്റ് എടുക്കുക, അതിൽ നോക്കി അത് കാണാം. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പറഞ്ഞല്ലോ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ എന്ന സ്റ്റോറിയാണ്. ഇറ്റ് വാസ് എ സ്റ്റോറി റിട്ടൺ ബൈ റസ്കിൻ ബോണ്ട്. റസ്കിൻ ബോണ്ട് ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് ഓതറാണ്. അപ്പോൾ നമുക്ക് ആദ്യം ആ ഒരു ഫസ്റ്റ് പാർട്ടിൻ്റെ ഒരു ജിസ്റ്റ് നോക്കാം. അപ്പോൾ എന്താണ് പറയുന്നത്? റസ്കിൻ ബോണ്ട് തൻ്റെ കുട്ടിക്കാലത്ത് തൻ്റെ ഗ്രാൻഡ് പേരൻസിൻ്റെ ഒപ്പം ചിലവഴിച്ചപ്പം ഉണ്ടായ കുറച്ച് എക്സ്പീരിയൻസുകളാണ് ഈ സ്റ്റോറിയിൽ പറയുന്നത്. ഒരു ബനിയൻ ട്രീ ആണ് ഇതിനകത്ത് പ്രധാനമായിട്ടും ഒരു വേണമെങ്കിൽ ഒരു കഥാപാത്രം എന്ന് തന്നെ നമുക്ക് പറയാം. ബനിയൻ ട്രീയിലാണ് ഈ ഒരു ഫുൾ സെറ്റിങ് നടക്കുന്നത്. ഓക്കെ, അപ്പം ബനിയൻ ട്രീയിൽ ഇടയ്ക്കിടയ്ക്ക് വലിയൊരു ബനിയൻ ട്രീ ആയിരുന്നു. അപ്പം റസ്കിൻ ബോണ്ട് തൻ്റെ ഭൂരിഭാഗം സമയം ഈ ഒരു ബനിയൻ ട്രീയിലായിരുന്നു ചിലവഴിച്ചിരുന്നത്. അവൻ വായിക്കാനും ഒക്കെ ആയിട്ട് ഇതിൻ്റെ പുറത്ത് കയറിയിട്ടായിരുന്നു ചെയ്തിരുന്നത്. അപ്പം അവിടെ വെച്ചിട്ടാണ് അവനൊരു ഗ്രേ സ്ക്യൂറലുമായിട്ട്, ബനിയൻ ട്രീയിൽ താമസിച്ചിരുന്ന ഒരു ഗ്രേ സ്ക്യൂറലുമായിട്ട് ചങ്ങാത്തത്തിലാകുന്നു. അതും ആദ്യമൊക്കെ അവനോട് അടുക്കാനൊരു വിമുഖത കാണിച്ചിരുന്നെങ്കിലും പിന്നെ പതിയെ അവനോട് ഫ്രണ്ട്ഷിപ്പ് ആവുന്നു. നല്ലൊരു രീതിയിലൊരു ഫ്രണ്ട്ഷിപ്പ് അവർ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നു. ഒരിക്കൽ ഒരു വളരെ ചൂടുള്ള ഒരു ഏപ്രിൽ മാസത്തിൽ ബോണ്ട് കണ്ടൊരു കാഴ്ചയാണ് നമുക്കിവിടെ പറയുന്നത്. ഒരു വലിയൊരു ഫൈറ്റ്, ഒരു കോബ്രയും ഒരു മങ്കൂസും, അതായത് ഒരു പാമ്പും കീരിയും തമ്മിലുള്ളൊരു ഫൈറ്റാണ് ഇതിനകത്ത് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറേ സെറ്റിങ്സൊക്കെ പറയുന്നുണ്ട്. അവരുടെ രണ്ടുപേരുടെയും ആ രണ്ട് ക്യാരക്ടേഴ്സിൻ്റെയും ഇവിടെ കുറേ ഡിസ്ക്രിപ്ഷൻസും പറയുന്നുണ്ട്. അങ്ങനെ അവരെന്ത് ചെയ്യാണ്, ഇങ്ങനെ ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നേർക്ക് നേരെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവിടെയാണ് നമ്മൾ പാർട്ട് 1 അവസാനിപ്പിച്ചത്. അപ്പോൾ നമുക്കതിൻ്റെ ബാക്കി നോക്കാം. Instead, he fixed his gaze at a point just below the cobra's hood and opened the attack. സോ അപ്പം നമ്മൾ കീരി ഇങ്ങനെ പാമ്പിൻ്റെ കണ്ണിലേക്ക് അധികം ശ്രദ്ധ കൊടുക്കാതെ എന്ത് ചെയ്യുകയാണ്, അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്തു, അവൻ ശരിക്കും കോബ്രയുടെ ആ ഒരു ഹുഡിൻ്റെ തൊട്ട് മുകൾ ഭാഗത്തായിട്ട് തൻ്റെ ആ ഒരു ഗെയ്സ് നോട്ടം ഉറപ്പിച്ചു. എന്നിട്ട് അറ്റാക്ക് തുടങ്ങി വെച്ചു. അപ്പോൾ കീരിയാണ് ആദ്യം അറ്റാക്ക് ചെയ്യുന്നത്. Moving forward quickly until he was just within the cobra's reach, he made a feint to one side. Immediately the cobra struck. So പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു, പെട്ടെന്ന് മുന്നോട്ട് വളരെ ഫാസ്റ്റായിട്ട് ക്വിക്കായിട്ട് മൂവ് ചെയ്തു. അതുപോലെ പെട്ടെന്ന് എന്താണ്, ആ ഒരു കോബ്രയുടെ ആ ഒരു റീച്ചിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അവൻ കോബ്രേനെ പറ്റിച്ചുകൊണ്ട് പെട്ടെന്ന് എന്ത് ചെയ്തു, ഒരു സൈഡിലേക്ക് അങ്ങ് മൂവ് ചെയ്തു. പെട്ടെന്ന് എന്ത് ചെയ്തു, കോബ്ര അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ഹിസ് ഗ്രേറ്റ് ഹുഡ് കെയിം ഡൗൺ സോ സ്വിഫ്റ്റ്ലി ദാറ്റ് ഐ തോട്ട് നത്തിങ് കുഡ് സേവ് ദ മങ്കൂസ്. അപ്പോൾ പെട്ടെന്ന് തന്നെ കോബ്ര അറ്റാക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് പാമ്പ് കൊത്തുകയാണല്ലോ ചെയ്യുന്നത്. അപ്പം അതിലൂടെ അവൻ്റെ ആ ഒരു എന്താണ് ഇത് ഉപയോഗിച്ച് അവനെ കീരിനെ കൊത്താൻ നോക്കുമ്പോഴത്തേക്ക് അത് പെട്ടെന്നാണ്, വളരെ സ്വിഫ്റ്റായിട്ടാണ്, ഫാസ്റ്റായിട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു, അതായത് റസ്കിൻ ബോണ്ട് വിചാരിക്കുന്നത്, ഇനി മങ്കൂസിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. കാരണം ഇനി ഒന്നിനെ അവനെ രക്ഷിക്കാൻ പറ്റില്ല, അവൻ എന്തായാലും പാമ്പിൻ്റെ കടി കൊണ്ടു. But the little fellow jumped neatly to one side and darted in as swiftly as the cobra, biting the snake on the back and darting away again out of reach. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ആ ലിറ്റിൽ ഫെല്ലോ, നമ്മുടെ കീരി, പെട്ടെന്ന് വളരെ നീറ്റായിട്ട് ഒരു സൈഡിലേക്ക് ചാടിക്കളഞ്ഞു. എന്നിട്ട് ഡാറ്റഡ് ഇൻ ആസ് സ്വിഫ്റ്റ്ലി, ആ കോബ്ര മൂവ് ചെയ്ത അതേ ഫോഴ്സ് തന്നെ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പെട്ടെന്ന് തന്നെ മൂവ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഹി ബൈറ്റ് ദ സ്നേക്ക് ഓൺ ദ ബാക്ക്, പാമ്പിൻ്റെ കഴുത്തിൻ്റെ പുറകിലായിട്ട് എന്ത് ചെയ്തു, കടിച്ചു. എന്നിട്ട് ഡാറ്റിങ് എവേ എഗെയിൻ ഔട്ട് ഓഫ് ഇറ്റ് റീച്ച്, പാമ്പിന് പെട്ടെന്ന് എത്തിപ്പിടിക്കാവുന്ന ദൂരത്ത് നിന്ന് മാറി ദൂരേക്ക് പോയി. The moment the cobra struck, the crow and the myna hurled themselves at him, only to collide heavily in midair. Shrieking at each other, they returned to the cactus plant. So ഇപ്പോൾ എപ്പോഴാണോ ഈ കോബ്ര കീരിനെ കൊത്താനായിട്ട് പോകുന്നത്, അപ്പം തന്നെ നമ്മുടെ രണ്ട് കാഴ്ചക്കാരുണ്ടല്ലോ, ഒരു കാക്കയും ഒരു മൈനയും, അവർ തമ്മിൽ പറന്ന് വന്ന് എന്ത് ചെയ്തും, അവർ തന്നെ മിഡ് എയറിൽ വെച്ചിട്ട്, ആകാശത്ത് വെച്ചിട്ട് പെട്ടെന്ന് അവർ തമ്മിൽ കൂട്ടിയിടിക്കും. കാരണം വെച്ചാൽ അവരെ ഡിസ്റ്റർബ് ചെയ്യാനെന്നുള്ള രീതിയിൽ. എന്നിട്ട് തമ്മിൽ ബഹളം വെച്ചിട്ട് അവരിരുന്ന് ആ ഒരു കാക്ടസ് പ്ലാന്റിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. A few drops of blood clustered in the cobra's back. The cobra struck again and missed. Again the mongoose sprang aside, jumped in and bit. Again the birds dived at the snake, bumped into each other instead, and returned streaking to the safety to the cactus. അപ്പം പെട്ടെന്ന് തന്നെ എന്തായാലും പാമ്പിനൊരു കടി കൊണ്ടല്ലോ കീരിയുടെ. അപ്പം എന്ത് ചെയ്തു, ആ കോബ്രയുടെ കഴുത്തിന് പുറകിലായിട്ട് ഈ ബ്ലഡിൻ്റെ ഡ്രോപ്സൊക്കെ ഇരുന്ന് ഇങ്ങനെ തിളങ്ങുന്നുണ്ടായിരുന്നു. കോബ്ര പിന്നെയും കൊത്താനായിട്ട് പോകുന്നു, പക്ഷേ എന്ത് ചെയ്യുന്നു, മിസ്സാവുന്നു. എഗെയിൻ
മംഗൂസ് sprang aside, jumped in and bit. പക്ഷേ ഇത്തവണയും ആരാണ് ജയിച്ചത്? മംഗൂസ് തന്നെയാണ് ജയിച്ചത്. അവൻ എന്ത് ചെയ്തു? പാമ്പിൻ്റെ നേരെ ചാടി വീഴുന്നു, പാമ്പിനെ കടിക്കുന്നു. Again, the birds dived at the snake, bumped into each other instead and returning streaking to the safety of the cactus. അപ്പോൾ ഇത് തന്നെയാണ് എപ്പോഴൊക്കെ പാമ്പ് കീരിനെ കടിക്കാനായിട്ട് പോകുന്നു അപ്പോഴൊക്കെ എന്ത് ചെയ്യും? ഈ രണ്ട് കിളികളും കൂടെ, അതായത് കാക്കയും മൈനയും കൂടെ അവർ തമ്മിൽ ബഹളം വെച്ചുകൊണ്ട് കൂട്ടി ഇടിക്കുകയും അവരെ ഡിസ്റ്റർബ് ചെയ്യുകയും എന്ത് ചെയ്യും? തിരിച്ച് കാക്ടസിലേക്ക് പറന്ന് സേഫായിട്ട് പോവുകയും ചെയ്യും. ദ തേർഡ് റൗണ്ട് ഫോളോഡ് ദ സെയിം കോഴ്സ് ആസ് ദ ഫസ്റ്റ് ബട്ട് വിത്ത് വൺ ഡ്രമാറ്റിക് ഡിഫറൻസ്. അപ്പോൾ ഈ തേർഡ് റൗണ്ടും ഈ മുമ്പ് നടന്ന റൗണ്ടുകളെ പോലെ തന്നെയായിരുന്നു, പക്ഷേ ഒരു ഡ്രമാറ്റിക് ഡിഫറൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. The crow and the myna, still determined to take part in the proceedings, dived at the cobra, but this time they missed each other's as well as their mark. പക്ഷേ അപ്പോൾ എന്താണ്, ആ ക്രോ മൈനയും ഇനി നടക്കാൻ പോകുന്ന പ്രൊസീഡിങ്സിലും അവർ പങ്കെടുക്കും എന്നുള്ള ഉറച്ച വിശ്വാസം തന്നെയായിരുന്നു. പക്ഷേ എപ്പോഴാണ് അവർ പാമ്പിൻ്റെ നേരെ പോയത്, ആ സമയത്ത് ചെറുതായിട്ട് അവർക്ക് അവരുടെ ബാലൻസ് അല്ലെങ്കിൽ ആ ഒരു ടൈമിംഗ് ഒന്ന് തെറ്റിപ്പോയി. അവരെന്ത് ചെയ്തു? രണ്ടുപേരും പരസ്പരം കൂട്ടിയിടിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്തു? കൂട്ടിയിടിക്കാൻ പറ്റിയില്ല, മിസ്സായിപ്പോയി രണ്ടുപേരും. അങ്ങനെ അവരുടെ മാർക്ക് അങ്ങ് പോയി. The myna flew on and reached its perch, but the crow tried to pull up in the mid-air and turn back. മൈന സ്വാഭാവികമായിട്ടും ആ ഒരു ഗ്യാപ്പിൽ പറന്നങ്ങ് അവിടെ രക്ഷപ്പെട്ടു പോയിരുന്നു. പക്ഷേ കാക്ക ഈ ഒരു ഇതിൽ നിന്നും പറന്നുയരാൻ നിർമ്മിച്ചു. ആ ഒരു സെക്കൻഡിൽ, in that second that it took him to do this, the cobra whipped his head back and struck with great force, his snout thudding against the crow's body. അപ്പം പെട്ടെന്ന് എപ്പോഴാണോ ഈ കാക്ക രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചത്, അപ്പം ആ ഒരു സെക്കൻഡിൽ ഈ കോബ്ര എന്ത് ചെയ്തു എന്നറിയോ? പെട്ടെന്ന് തന്നെ തൻ്റെ തല വെച്ച് ആഞ്ഞ് വളരെ ശക്തിയിൽ ഒരു ഇടി കൊടുത്തു. അതോട് കൂടിയിട്ട് അതെവിടേക്കാണ് വന്ന് തട്ടിയത്? ആ കാക്കയുടെ ബോഡിയിലേക്കാണ് വന്ന് തട്ടിയത്. I saw the bird flung nearly 20 feet across the garden, where after fluttering about for a while, it lay still. The myna remained on the cactus plant, very wisely refrained from interfering again. അപ്പം പെട്ടെന്ന് ആ പക്ഷി എന്ത് ചെയ്തു? ഒരു 20 അടി ദൂരത്തേക്ക്, ആ ഗാർഡൻ്റെ 20 അടി ദൂരത്തേക്ക് തെറിച്ചു വീണു. ഇയർ ആഫ്റ്റർ ഫ്ലട്ടറിങ് അബൌട്ട് എ വൈൽ ഇറ്റ് ലേ സ്റ്റിൽ. കുറച്ച് നേരമൊക്കെ ഒന്നിങ്ങനെ ഇത് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ അത് അടങ്ങി ഇരുന്നു, അല്ലെങ്കിൽ പിന്നെ അനക്കമൊന്നും ഉണ്ടായില്ല. മൈന ആ സമയത്ത് എവിടെ ഇരിക്കുകയാണ്? നമ്മുടെ കാക്ടസ് പ്ലാന്റിൽ ഇരിക്കുകയാണ്. അത് വളരെ ബുദ്ധിപൂർവ്വം എന്ത് ചെയ്തു? ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്നുള്ള രീതിയിൽ ഇനി അവരെ ഇൻ്റർഫിയർ ചെയ്യാൻ പോകണ്ട എന്ന് കരുതി അവിടെ തന്നെ ഇരിക്കുകയാണ്. The cobra was weakening, and the mongoose, walking fiercely up to it, raised himself on his short legs and with lightning snap had the big snake by the snout. അപ്പം കോബ്രയ്ക്ക് കുറേ കടി കൊണ്ടു അല്ലേ. അപ്പോൾ കോബ്ര എന്ത് ചെയ്തു? He was weakening and the mongoose walking fiercely up to him. So the mongoose is not at all feared. അപ്പം മംഗൂസിന് പേടിയൊന്നുമില്ല. അവൻ എന്ത് ചെയ്തു? ഒരു പേടിയും ഇല്ലാത്ത പാമ്പിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ആൻഡ് റേസ്ഡ് ഹിംസെൽഫ് ഓൺ ഹിസ് ഷോർട്ട് ലെഗ്സ്. അവൻ്റെ കുഞ്ഞു കാലുകളിലൊക്കെ ഇങ്ങനെ ഉറച്ചു നിന്നു, പൊങ്ങി നിന്നു. ആൻഡ് വിത്ത് ലൈറ്റിംഗ് സ്നാപ്പ് ഹാഡ് ദ ബിഗ് സ്നേക്ക് ബൈ ദ സ്നൗട്ട്. The cobra writhed and lashed about in a frightening manner, having even called itself about the mongoose, but all to no avail. അപ്പം പെട്ടെന്ന് തന്നെ കോബ്ര നമ്മൾ വളരെ വീക്കായി, അവൻ എന്ത് ചെയ്ത്? ഇങ്ങനെ ചുരുണ്ടുകൂടി. കാരണം അവനൊരു കുറേ വീക്കായി, കുറേ കടിയൊക്കെ കിട്ടിയത് കൊണ്ട് തന്നെ ഒരു പേടി ചരണ്ട മാനിൽ ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കുകയാണ്. ദ ലിറ്റിൽ ഫെലോ ഹങ് grimly on until the snake had ceased to struggle. ഇപ്പോൾ പെട്ടെന്ന് തന്നെ അവൻ്റെ പുറത്തേക്ക് ചാടി വീണു. ഇപ്പോൾ സ്നേക്ക് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുകയാണ് പോകാനായിട്ട്. He then smelt along its quivering length and gripping it round the hood, dragged it in the bushes. പെട്ടെന്ന് തന്നെ ഈ പാമ്പിനെ ചുരുട്ടിക്കൂട്ടി എങ്ങോട്ടേക്ക് പോയി? ഈ ബുഷസിൻ്റെ ഇടയ്ക്കേക്ക് കയറിപ്പോയി. The myna dropped cautiously to the ground, hopped about, peered into the bushes from a safe distance, and then with a shrill cry of congratulations flew away. So മൈന ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്പെക്ടറായിട്ട്, വളരെ കോഷ്യസ് ആയിട്ട് ഗ്രൗണ്ടിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്തു? ആ ബുഷസിൻ്റെ ഇടയ്ക്കേക്ക് ഒരു സേഫ് ഡിസ്റ്റൻസ് നിന്നുകൊണ്ട് ബുഷസിൻ്റെ ഇടയ്ക്കേക്ക് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്നൊരു ബഹളമൊക്കെ വെച്ചു. അതായത് എന്താണ്? നമ്മുടെ മങ്കൂസിനെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നത് പോലെ കുറേ ബഹളമൊക്കെ വെച്ചിട്ട് പറന്ന് പോയി. അപ്പം എന്താണ് നമ്മുടെ ഇതിൽ നടന്നത്? നമ്മുടെ ഈ ഒരു ബാറ്റിൽ ആരാണ് ജയിച്ചത്? നമ്മുടെ മങ്കൂസാണ് ജയിച്ചത്. When I had also made a cautious descent from the tree and returned to the house, I told grandfather of the fight I had seen.
അപ്പം ഞാനും എന്ത് ചെയ്തു, ഇതെല്ലാം കണ്ടു, വളരെ സമാധാനത്തോടെ ഞാനും ട്രീയിൽ നിന്ന് എവിടേക്ക് പോയി, എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോയി. ആൻഡ് ഐ ടോൾഡ് ഗ്രാൻഡ് ഫാദർ ഓഫ് ദ ഫൈറ്റ് ഐ ഹാഡ് സീൻ. ഞാൻ കണ്ട ആ ഒരു ഫൈറ്റ്, ആ ഒരു യുദ്ധത്തെക്കുറിച്ചൊക്കെ ഗ്രാൻഡ് ഫാദറിന് വിവരിച്ചു കൊടുത്തു. ഹി വാസ് പ്ലീസ്ഡ് ദാറ്റ് ദ മങ്കൂസ് ഹാഡ് വോൺ. അപ്പോൾ പെട്ടെന്ന് മങ്കൂസാണ് ജയിച്ചതെന്ന് കേട്ടപ്പോഴത്തേക്ക് മുത്തച്ഛന് ഭയങ്കര സന്തോഷമായി. ഹി ഹാഡ് എൻകറേജ്ഡ് ഇറ്റ് ടു ലിവ് ഇൻ ദ ഗാർഡൻ ടു കീപ് അവേ ദ സ്നേക്സ് ആൻഡ് ഫെഡ് ഇറ്റ് റെഗുലർലി വിത്ത് ഇറ്റ് സ്ക്രാപ്സ് ഫ്രം ദ കിച്ചൺ. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മങ്കൂസ് ജയിച്ചു എന്നുള്ള സന്തോഷത്തിൽ ഇനി മങ്കൂസിനെ ആ ഗാർഡനിൽ തുടരാൻ അനുവദിക്കും. കാരണം എന്താ വെച്ചാൽ എന്താണ്, പാമ്പൊക്കെ വരാതെ ആര് നോക്കിക്കോളും, ഈ കീരി നോക്കിക്കോളും. അപ്പോൾ അതുകൊണ്ട് ഈ കിച്ചണിൽ നിന്നുള്ള കുഞ്ഞു കുഞ്ഞു ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ആർക്ക് കൊടുക്കാൻ തുടങ്ങി, ഈ കീരിക്ക് കൊടുക്കാനായിട്ട് തുടങ്ങി. He had never tried taming it because the wild mongoose was more useful than the domesticated one. അപ്പോൾ ഒരിക്കൽ പോലും മുത്തശ്ശന് ഇതിങ്ങനെ ആഹാരമൊക്കെ കൊടുക്കുമായിരുന്നെങ്കിലും ഒരിക്കൽ പോലും അതിനെ മെരുക്കിയെടുക്കാനായിട്ട് നോക്കിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ വൈൽഡ് മങ്കൂസാണ് എപ്പോഴും ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള, വീട്ടിൽ നമ്മൾ ഒമനിച്ച് വളർത്തുന്നതിനേക്കാളും നല്ലത്, ബെറ്റർ എന്നാണ്, അല്ലെങ്കിൽ യൂസ്ഫുൾ, ഉപകാരപ്പെടുന്നതെന്നാണ് മുത്തശ്ശൻ പറയുന്നത്. From the banyan tree, I often saw the mongoose patrolling the four corners of the garden, and once I saw him with an egg in his mouth and knew he had been in the poultry house. But he hadn't harmed the birds. I knew grandmother would for him for stealing as long as he kept the snakes away from the house. So it's a long sentence. ഒരു ലോങ് സെൻറ്റൻസ് ആണ്, ഒരു പാരഗ്രാഫോളം തന്നെ ഒരൊറ്റ സെൻറ്റൻസ് ആണ്. അപ്പം ഈ ബാനിയൻ ട്രീയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബോണ്ട് ഇരിക്കുമ്പോൾ ബോണ്ട് കാണാറുണ്ട് ഈ മങ്കൂസ് ഗാർഡൻ്റെ ഈ 4 സൈഡിൽ കൂടിയൊക്കെ കോർണേഴ്സിൽ കൂടി ഇങ്ങനെ പെട്രോൾ ചെയ്യുന്നതായിട്ട്, ചുമ്മാ ഇങ്ങനെ ഓരോന്നൊക്കെ അന്വേഷിച്ച് പോകുന്നതായിട്ട്. ഒരിക്കൽ അവനെ കണ്ടുകഴിഞ്ഞാൽ അവൻ്റെ വായിലൊരു മുട്ടയിരിക്കുന്നു. അപ്പോൾ അതറിയാം നമ്മുടെ പോൾട്രി ഹൗസിൽ നിന്നാണ്, കോഴി ഫാമിൽ നിന്നാണ് ഇരിക്കുന്നത്. പക്ഷേ എന്താണ്, അവൻ ഒരിക്കലും ഈ പക്ഷികളെ ഹാം ചെയ്യാറ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഗ്രാൻഡ് മദർ എന്താണ്, അവനെ ഈ ഒരു മുട്ട കട്ടെടുത്തു അല്ലെങ്കിൽ മോഷ്ടിച്ചെടുത്തു എന്ന പേരിൽ അതിനവന് എന്ത് ചെയ്യും, അവനോട് ക്ഷമിക്കും. കാരണം ഹി കെപ്റ്റ് ദ സ്നേക്സ് അവേ ഫ്രം ദി ഹൗസ്. ഈ വീട്ടിൽ എന്താണ്, പാമ്പ് വരാതെ ആരാണ് സൂക്ഷിക്കുന്നത്, ഈ കീരിയാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഗ്രാൻഡ് മദർ വുഡ് ഫോർഗിവ് ഹിം. The banyan tree was also the setting for what we were to call the strange case of the grey squirrel and the white rat. The white rat was grandfather's. He had bought it from the bazaar for 4 annas, but I would often take it with me into the roots and branches of the old tree. So, ഈ banyan ട്രീയിൽ വേറൊരു കാര്യം കൂടി നടന്നു, വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള സംഭവം കൂടി നടന്നു. വളരെ സ്ട്രേഞ്ച് ഒരു കേസിൻ്റെ ഒരു സെറ്റിംഗ് ആയിരുന്നു ഈ ഒരു ബാനിയൻ ട്രീയും കൂടെ. അതെന്തൊരു കേസായിരുന്നു, ഗ്രേ സ്ക്യൂറലിൻ്റെയും വൈറ്റ് റാറ്റിൻ്റെയും. ഗ്രേ സ്ക്യൂറൽ ഉണ്ടല്ലോ, നമുക്ക് നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞ ഗ്രേ സ്ക്യൂറൽ, ആ ഗ്രേ സ്ക്യൂറൽ ചാര നിറമുള്ള ആ അണ്ണാറക്കണ്ണിൻ്റെയും ഒരു വെളുത്ത എലി ഉണ്ടായിരുന്നു, അതിൻ്റെയും ഒരു കേസാണ്. ഈ വെളുത്ത എലി എന്ന് പറയുന്നത് ആരുടെയാണ്, ഇറ്റ് വാസ് ഗ്രാൻഡ് ഫാദറിൻ്റെയാണ്. ഹി ബോട്ട് ഇറ്റ് ഫ്രം ദ ബസാർ ഫോർ 4 annas. 4 അണയ്ക്ക് മുത്തശ്ശൻ മാർക്കറ്റിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ് ഈ എലിയൻ. അപ്പോൾ ഇതിന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്ത് ചെയ്യാറുണ്ട്, ഞാൻ ഈ ബനിയൻ ട്രീയിൽ പോകുന്ന സമയത്തൊക്കെ അതിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാറുണ്ട്. ബനി ട്രീ വേർ ഇറ്റ് സൂൺ സ്ട്രക്ക് അപ്പ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് വൺ ഓഫ് ദ സ്ക്യൂറൽസ്. അപ്പോൾ ആ ബനിയൻ ട്രീയിൽ അവ പെട്ടെന്ന് തന്നെ ഇതിലേതോ ഒരു സ്ക്യൂറലുമായിട്ട് എന്ത് ചെയ്തു, കുറച്ച് കൂട്ടുകൂടി ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തു. ദേ വുഡ് ഗോ ഓഫ് ടുഗെദർ ഓൺ ലിറ്റിൽ എക്സ്കർഷൻസ് എമംഗ് ദി ബ്രാഞ്ചസ്. അപ്പോൾ ഞാൻ എപ്പോഴാണോ ഈ വെളുത്ത എലീനെ ഈ ബനിയൻ ട്രീയിലേക്ക് കൊണ്ടുപോകുന്നത്, അപ്പോൾ അവിടെയൊക്കെ വരുമ്പോൾ ഈ ഗ്രേ സ്ക്യൂറലിനെ കാണുകയും ഈ വൈറ്റ് റാറ്റ് അവൻ്റെ കൂടെ കുഞ്ഞു ബ്രാഞ്ചസിലൊക്കെ കുഞ്ഞു എക്സ്കർഷൻസിനൊക്കെ പോകാറുണ്ടായിരുന്നു. Then the squirrel started building a nest. At first she tried building it in my pocket, and when I went indoors and changed my clothes, I would find straw and grass falling out. അപ്പം ഈ സ്ക്യൂറൽ എന്ത് ചെയ്യാൻ തുടങ്ങി, കൂടുണ്ടാക്കാനായിട്ട് തുടങ്ങി. ആദ്യം അവൾ എവിടെയാണ്, എൻ്റെ പോക്കറ്റിലാണ് ഈ ബിൽഡിങ് ഇത് കൂടൊക്കെ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ ഞാൻ വീടിൻ്റെ അകത്തേക്ക് പോവുകയും എൻ്റെ ക്ലോത്ത്സൊക്കെ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ കണ്ടു എന്താണ്, എൻ്റെ പോക്കറ്റിൽ കുറച്ച് ഗ്രാസും കുറച്ച് സ്ട്രോസും കച്ചികളൊക്കെ ഇരിക്കുന്നതായിട്ട്. ദെൻ വൺ ഡേ ഗ്രാൻഡ് മദേഴ്സ് നിറ്റിംഗ് വാസ് മിസ്സിങ്. പെട്ടെന്ന് ഒരു ദിവസം ഗ്രാൻഡ് മദർ ഈ തുണിയൊക്കെ നമ്മൾ നിറ്റ് ചെയ്യുമല്ലോ, അപ്പോൾ അങ്ങനെ തുന്നിയെടുത്ത കുറച്ച് നിറ്റിങ്സൊക്കെ മിസ്സിങ് കാണാനില്ല. വി ഹൺഡ്രഡ് ഫോർ ഇറ്റ് എവറിവെയർ ബട്ട് വിത്തൗട്ട് സക്സസ്. പക്ഷേ എന്താണ്, എല്ലായിടും അന്വേഷിച്ചു, അത് കിട്ടിയില്ല. നെക്സ്റ്റ് ഡേ ഐ സോ സംതിങ് ഗ്ലിൻറ്റിങ് ഇൻ ദ ഹോൾ ഇൻ ദ ബനിയൻ ട്രീ. അപ്പോൾ പെട്ടെന്ന് പിറ്റേ ദിവസം ഞാൻ കണ്ടു എന്തോ ഒന്ന് ആ ബനിയൻ ട്രീയുടെ ഒരു ഹോളിൽ ഇങ്ങനെ തിളങ്ങുന്നു. Going up to investigate, I saw that it was the end of grandmother's steel knitting needle. So അപ്പം പെട്ടെന്ന് അതൊന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ടേക്ക് ചെന്നു. അത് കണ്ട് എനിക്ക് മനസ്സിലായി എന്താണ്, ഗ്രാൻഡ് മദറിൻ്റെ ആ കാണാതെ പോയ നിറ്റിങ് ഉണ്ടല്ലോ, അതിനകത്ത് ആ സ്റ്റീൽ നീഡിലിൻ്റെ ഒരു എൻഡാണ് ഇങ്ങനെ ഗ്ലിറ്റർ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടത്. ഓൺ ലുക്കിംഗ് ഫർദർ ഐ ഡിസ്കവേർഡ് ദാറ്റ് ദ ഹോൾ വാസ് ക്രാംഡ് വിത്ത് നിറ്റിങ്. അപ്പം മൊത്തത്തിൽ ആ ഹോളിൽ
ആ നിറ്റിങ് എല്ലാം കൊണ്ട് വെച്ചിരിക്കുകയായിരുന്നു ആ ഹോളിനകത്ത്. ആൻഡ് എമംഗ്സ് ദ വൂൾ വെർ 3 ബേബി സ്ക്യൂറൽസ്, ഓൾ ഓഫ് ദം ആർ വൈറ്റ്. അപ്പം ആ ഒരു വൂളിൻ്റെ നടുക്കായിട്ട് 3 ബേബി സ്ക്യൂറൽസ് ഉണ്ടായിരുന്നു. ബട്ട് ദ ഇൻട്രസ്റ്റിംഗ് പാർട്ട് ഇസ് ദാറ്റ് ഓൾ ഓഫ് ദം ആർ വൈറ്റ്. പെട്ടെന്ന് മറ്റേത് ഗ്രേ സ്ക്യൂറൽ ആയിരുന്നു, പക്ഷേ ഇതെന്താണ്, എല്ലാം വൈറ്റ് സ്ക്യൂറൽസ് ഇല്ലേ, വെള്ള നിറമുള്ള അണ്ണാൻകുഞ്ഞുങ്ങൾ. നിങ്ങൾ കണ്ടിട്ടുള്ള വെള്ള നിറമുള്ള അണ്ണാൻകുഞ്ഞുങ്ങളെ? Grandfather had never seen white squirrels before and we gazed at them in wonder. അപ്പോൾ പെട്ടെന്ന് ഗ്രാൻഡ് ഫാദറും എന്ത് കണ്ടിട്ടില്ല, വെള്ള കണ്ണന്മാരെ കണ്ടിട്ടില്ല. അപ്പം പെട്ടെന്ന് എല്ലാവരും വളരെ അതിശയത്തോടെ നോക്കിക്കൊണ്ടേയിരുന്നു. We were puzzled for some time, but when I mentioned the white rat's frequent visit to the tree, grandfather told me that the rat must be the father. അപ്പം എല്ലാവരും ഇതെങ്ങനെ സംഭവിച്ചു, വെള്ള നിറമുള്ള അണ്ണാൻ എവിടെ നിന്നുണ്ടായി എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത് ഞാനൊരു കാര്യം മെൻഷൻ ചെയ്തത്. എന്താണ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ വൈറ്റ് റാറ്റിന്, ഗ്രാൻഡ് ഫാദറിൻ്റെ പെറ്റായ വൈറ്റ് റാറ്റിന് ഈ ബനിയൻ ട്രീയിലേക്ക് കൊണ്ടുപോകാറുണ്ട് എന്ന് മെൻഷൻ ചെയ്തപ്പോഴാണ് ഗ്രാൻഡ് ഫാദർ പറയുന്നത്, എങ്കിൽ ഈ വൈറ്റ് റാറ്റ് ആയിരിക്കും ഈ കുട്ടികളുടെ അച്ഛൻ. Rats and squirrels were related to each other, he said. And so it was quite possible for them to have offspring, in this case white squirrels. അപ്പം എന്താണ്, ഈ റാറ്റ്സും സ്ക്യൂറൽസും ശരിക്കും അവർ ബയോളജിക്കലി റിലേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഓഫ്സ്പ്രിങ് ഉണ്ടാകുക, അവർക്ക് കുട്ടികളുണ്ടാകുക എന്നുള്ളത് എന്താണ്, ഇറ്റ് ഈസ് ക്വൈറ്റ് പോസിബിൾ. അതുകൊണ്ടാണ് ഇൻ ദിസ് കേസ് എന്തുണ്ടായത്, വൈറ്റ് സ്ക്യൂറൽസ് ഉണ്ടായതെന്നാണ് റസ്കിൻ ബോണ്ട് പറയുന്നത്. സോ ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്റ്റോറി? സോ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സ്റ്റോറി, ഒരു സിമ്പിൾ സ്റ്റോറീസാണ്. റസ്കിൻ ബോണ്ടിൻ്റെ തന്നെ ലൈഫിൽ കുറച്ച് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് നമുക്കിവിടെ ഒരു സ്റ്റോറി ആയിട്ട് പറഞ്ഞു തന്നത്. ഓക്കെ, സോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതാർക്കെങ്കിലും യൂസ്ഫുൾ ആകുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും മടിക്കേണ്ട. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പം ഇതുപോലെ വീണ്ടും നല്ല വീഡിയോസുമായിട്ട് ഞാൻ എത്തുന്നതാണ്. ടിൽ ദെൻ, സീ യു, ടേക്ക് കെയർ.